നമ്മുടെ 4/8/2024 നമ്മുടെ എലൈറ്റ് ഇൻ്റർനാഷണൽ നടത്തുന്ന സംസ്ഥാന കൂട്ടായ്മയുടെ ഒരു ആലോചന യോഗത്തിൻ്റെ ഭാഗം നമ്മുടെ ശ്രീ വടക്കുന്നാഥൻ്റെ തെക്ക് ഗോപുര നടയിൽ നിന്ന് ആവണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തൃശ്ശൂർ ജില്ലാ നമ്പർ ഇതിൻ്റെ ആ യോഗത്തിനും പറയുന്നത് 4/8/86 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാന ദിനമാണ്. ആ അഭിമാന ദിനം പുതുക്കുന്നൊരു ദിവസമാണ് നമ്മൾ ഈ എലൈറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നടത്താൻ തീരുമാനിച്ചത്. ഇത് ചരിത്രോർമ്മണം വന്ന ഐതിഹ്യോർമ്മണം വന്ന വടക്കുന്നാഥൻ ഭൂമി എന്ന് പറഞ്ഞാൽ ചക്കം നമ്പരാൻ പറ്റിയ ഈ നാട്ടിൽ നമുക്കിങ്ങനെ യോഗം കൂടാൻ അത് അഭിമാനത്തോട് നടത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ വന്നാലും നമ്മളെല്ലാവരും സജീവമായി ഇതിലൊക്കെ പ്രവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ 4/8/2024 എലൈറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടലിലെ 7ാം നിലയിൽ വർണ്ണമനോഹരമായ ഹാളിലേക്ക് നമ്മുടെ എല്ലാവരും ഇവിടെ പോവുകയാണ്. അവിടെ സുന്ദരമായിട്ട് നമുക്ക് നമ്മുടെ തലവര മാറ്റിക്കുറിച്ച ദിവസം, നമ്മുടെ പ്രതീക്ഷകൾക്ക് സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച ദിവസം, പല ജില്ലകളിൽ നിന്നും പല മതങ്ങളിൽ നിന്നും വന്നവർ, ഒരുമിച്ച് ഉറങ്ങി ഉണർന്നവർ, ഒന്നായവർ നമ്മൾ, ട്രെയിനിങ്ങിൻ്റെ കാഠിന്യത്താൽ ഒളിച്ചോടിപ്പോകാൻ ശ്രമിച്ചവരെ ചേർത്ത് പിടിച്ചവർ, സുഖദുഃഖങ്ങൾ പങ്കിട്ട് ആശ്വാസമേകിയവർ നമ്മൾ, വിയർപ്പിൻ്റെ സ്വാദ് ഉപ്പാണെന്ന് ദിനവും ഓർമ്മിച്ച നാളുകൾ. അതെ, 1986 ആഗസ്റ്റ് 4. ഇന്ന് സന്തോഷത്തിൻ്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ ഓർക്കുക 4/8/1986. മറക്കാതിരിക്കാം ഈ സുദിനത്തെ, ചേർത്തിട്ടിക്കാം ഈ സുദിനത്തെ. ഇന്ന് 38 വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂർ എലൈറ്റ് ഇൻ്റർനാഷണൽ ഒത്തുകൂടുന്നു. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് കാണാൻ, പരസ്പരം ഒരു ഷെയ്ക്ക് ഹാൻഡ്, ഒരു പുഞ്ചിരി, ഒരു സൗഹൃദം. കാത്തു സൂക്ഷിക്കാം നമ്മളിലെ അവസാനത്തെ ആളും അരങ്ങൊഴിയും വരെ. അതിഗംഭീരമായി നിങ്ങളെ അഭിസംബോധന ചെയ്തു. ഞാൻ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ സഹോദരന്മാരെ എന്നാണ്. എല്ലാവർക്കും ഒരു ചെമ്പിൽ നിന്നുണ്ടവരിൽ പലരും നമ്മെ വിട്ടുപോയി. അവരെയും ഓർമ്മിക്കാം, ഒരു പിടി പൂക്കളും അർപ്പിക്കാം, മറക്കാതിരിക്കാം. എല്ലാവർക്കും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ പൂരത്തിൻ്റെ നാടായ തൃശ്ശൂർ ശക്തൻ നഗരിയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ബാക്കിയുള്ള ജീവിതം, നമ്മുടെ ലൈഫ് വളരെ ആഹ്ലാദകരമായി മാറും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നത്.